പണി കിട്ടി ഇവിടെ നടക്കുമ്പോ തന്നെ എന്റെ പോലെ വരുന്ന ഞാൻ എനിക്കൂടെ ഒറ്റയ്ക്ക് കവിയാ ഒരു മലയുടെ ചോട്ടിലും കൂടിയല്ല മലയില്. ഹലോ കാസർഗോഡ് മുതലാളി, പശുവിന് ഓടി പോകുന്നുണ്ട്. ഈ സാധനമാണ് സ്ലൊവീനിയയിൽ നമ്മൾ മിക്ക ഫാംസിലും കൂടുതലായിട്ട് കാണുന്നത്. കുറച്ചും കൂടെ വെറ്റാണ്, അത്ര കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആണ്. കൊള്ളാലോ. ഓസ്ട്രിയയിൽ നിന്ന് സ്ലൊവേനിയയിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ബോർഡർ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി കൊണ്ട് ഇങ്ങനെ പാസ് ചെയ്തു പോയി. അപ്പോൾ അത് ഓസ്ട്രിയ. അപ്പോൾ നമ്മളിതാ ഇങ്ങോട്ട് കടക്കുകയാണ്. വെൽക്കം ടു സ്ലൊവേനിയ, ദൊബ്രോദോഷ്ലി സ്ലൊവേനിയ. ഇപ്പൊ കണ്ടില്ലേ ഒരു വുഡിന്റെ റാക്ക് പോലത്തെ സാധനം. അത് നമ്മൾ ഈ സ്ലൊവേനിയൻ ബോർഡർ കടന്നപ്പോ തൊട്ട് അല്ലേ ഓൾമോസ്റ്റ് എല്ലായിടത്തും എല്ലാ 200 മീറ്ററിലും ഈ ഫാംസിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അതെന്താണെന്ന് അറിയാം, ഇതിനെപ്പറ്റി വായിച്ചപ്പോൾ അത് വുഡൻ ഹെയർ റാക്ക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ കോസലെക്ക് എന്ന് പറയും. അപ്പോൾ ഈ സാധനം എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഹെയർ സ്റ്റാക്ക് ഇല്ലേ, ഹെയർ സ്റ്റാക്ക് ഉണക്കാനായിട്ടാണ്. അപ്പോൾ സാധാരണ ഈ സ്ലൊവേനിയൻ ആൽപ്സിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി കുറച്ചും കൂടി അത് വെറ്റാണ് ഇവരുടെ ക്ലൈമറ്റ്. അപ്പോൾ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതിന് മുന്നേ ഫാമേഴ്സ് ഈ ഹെയർ സ്റ്റാക്ക് അല്ലെങ്കിൽ ഹെയർ എടുത്തിട്ട് ഇതിൽ ഈ വുഡൻ റാക്ക് ഉണ്ടല്ലോ അതിൽ തൂക്കിയിട്ട് ആണ് ഇത് ഉണക്കുന്നത്. ആ മുകളിലുള്ള റൂഫ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് മഴയെന്ന് അവര് അത് സേവ് ചെയ്യും. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് ഉണങ്ങി കിട്ടും. അപ്പൊ ഈ സാധനം ഈ കോസലെക്ക് ഇപ്പൊ കണ്ടത് ഒരു സിംഗിൾ, അവർ പറഞ്ഞത് അതൊരു സിംഗിൾ കോസലെക്കാണ്. അപ്പൊ ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വലിയ കോസലെക്കൊക്കെ കാണും. ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൊവേനിയയുടെ ഒരു നാഷണൽ ഐഡന്റിറ്റി ആണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. പ്ലസ് ഇവരുടെ റൂറൽ ഹെറിറ്റേജ് കാണിക്കാനും ഈ ഒരു സാധനം ഇവർ ഭയങ്കരമായിട്ട് പ്രൗഡായിട്ട് കാണിക്കുന്നുണ്ട്. ബോംബെയിലും നമ്മുടെ സിറ്റീസിലൊക്കെയുള്ള അപ്പാർട്ട്മെന്റ്സ് പോലെ ഉണ്ട്. കളറും മൊത്തത്തിലൊരു സ്ട്രക്ചറും. ഇതുവരെ നമ്മൾ ഫുള്ള് സ്ലൊവേനിയൻ വീടുകൾ മാത്രം കണ്ടിട്ട് പെട്ടെന്ന് അപ്പാർട്ട്മെന്റ് കാണുമ്പോൾ വലിയ അത് കൊച്ചിയിലും ബോംബെയിലൊക്കെ ഉള്ള പോലെ തന്നെ ഡിസൈനും അതേ കളർ പാലറ്റും. അതെ, ഇവിടെ നമ്മുടെ അങ്ങനത്തെ സാധാരണ ഇവിടുത്തെ ആകെ ഫസ്റ്റ് സെറ്റ് ഓഫ് അപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു. അതെ സെയിം സ്ട്രക്ചറിലെ ഇന്ത്യയിലെ പോലത്തെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ പോലെ സ്റ്റേഷൻ. റൈറ്റ് സൈഡിൽ സ്റ്റേഷൻ ഉണ്ട്. ചെറിയ ടൗൺ ആണ്. പിന്നെയും അപ്പാർട്ട്മെന്റ്. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ. അയ്യോ ശരിക്കും സ്റ്റേഷൻ കാഫേ. ഇതെന്ത് പറ്റി ഇവർക്ക്? സാധാരണ എല്ലാം ഭംഗി സ്ഥലമാണല്ലോ. നല്ല വെയിലുണ്ട്. ടെമ്പറേച്ചർ 24 ആണ്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പോവാം. പാർക്കിംഗ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നാണേ. മൊത്തം സ്ലൊവീൻ ഭാഷയിലാണ്. അപ്പോൾ ട്രാൻസ്ലേറ്റർ എടുക്കാം. കണ്ടോ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ സ്ലൊവേനിയ കടന്നിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ലേക്ക് ബ്ലഡ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോക്കായ്സ് ഒരു ലേക്കാണ്. ഇത് നമുക്ക് ഇവിടുന്ന് കാണാം. നോക്കി, വാ, നല്ല ക്ലൈമറ്റ് ആണ് അല്ലേ. ഇവിടെ ഒരു ട്രെയിനൊക്കെ നല്ല രസമുണ്ട്. ഇതൊരു ടോയ് ട്രെയിൻ പോലെ ഉണ്ട്. ആൾക്കാരൊക്കെ അതിനകത്ത് കയറി ഇരിപ്പുണ്ട്. ട്രെയിൻ എടുക്കുമോ നോക്കട്ടെ. ഇവിടെ നോക്കിയാൽ നല്ല ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട്.
നോ സ്വിമ്മിങ്, നോ സൺബേത്തിങ്, നോ പിക്നിക്സ്. അതൊക്കെയാണ് ഇവിടുത്തെ റൂൾസ്. വാ, എന്തൊരു ഭംഗിയാ നോക്കി. കളർ നോക്കതിൻ്റെ. ഡെഡിക്കേറ്റിംഗ് ടു ഓൾ അമ്മമാസ്. റോസ് കളറിലുള്ള പിങ്ക് റോസ്. അതെന്ത്? പിങ്ക് റോസ്. അതുകൂടാണ്ട് ഇത് ഫുള്ള് റോസാണ്, ഫുള്ള് മൊട്ടാണ്. ഇനി ഇത് പൂക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അവിടെ അല്ലേ? അതെന്താ? സ്ലൈഡ് ചെയ്ത് വരുന്നത്. സൂം ചെയ്ത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ആകത്തില്ല. ഇത് 2 ഉള്ളൂ, 2 സൂമിങ്ങേ ഉള്ളൂ. താറാവൊക്കെ ഉറങ്ങുന്നുണ്ടോ? ഇവിടെ ബോട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ബോട്ട് എടുത്തിട്ട് നമുക്ക് പെഡൽ ചെയ്ത് ലേക്കിലോട്ട് പോകാൻ പറ്റും. 45 euros ആണ് ഫോർ 1.5 hours. പക്ഷേ ഞങ്ങൾ എടുക്കുന്നില്ല. കാരണം 1.5 hours എടുക്കും. പിന്നെ കട്ട വെയിലാണ്. കട്ട വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ. അപ്പോൾ 1.5 മണിക്കൂറൊക്കെ ഞങ്ങൾ എടുക്കുമോ ചവിട്ടുമോ സംശയം. അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല. ഇതാണ് ബോട്ട്സ്, കണ്ടോ? യൂറോപ്പിൽ പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യണേ നമ്മൾ പേ ചെയ്യണം. മിക്ക പബ്ലിക് ടോയ്ലറ്റ്സും അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഇത് അങ്ങനെ ഒരു ടോയ്ലറ്റിന് നമ്മൾ പേ ചെയ്യുക കേട്ടോ. €1, €1.5 ഒക്കെ ആയിരിക്കും യൂഷ്വലി. അങ്ങനെ നമ്മൾ ലേക്ക് ബ്ലഡിൻ്റെ സൈഡിൽ കൂടെ ഒരു വാക്കൊക്കെ എടുത്ത് അവിടെ റിലാക്സ് ചെയ്തിരിക്കുക. ഇതുണ്ടോ ഒരാൾ പാഡിൽ ബോട്ട് ചെയ്തു പോകുന്നത്. വാവ്. ആ ലേക്ക് ബ്ലഡിൽ കാണുന്ന ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതൊരു പള്ളിയാട്ടോ. ആ പള്ളിയുടെ പേര് ചർച്ച് ഓഫ് അസംപ്ഷൻ ഓഫ് മേരി എന്നാട്ടോ. എന്നിട്ട് അതിനകത്തൊരു ബെല്ല് നിങ്ങൾക്ക് കേൾക്കാവോന്ന് അറിയില്ല, എനിക്ക് ഇവിടുന്ന് കേൾക്കാം കേട്ടോ. ആ ബെല്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷിംഗ് ബെല്ലാണ്. അപ്പോൾ ആൾക്കാർ വന്നിട്ട്, വിസിറ്റേഴ്സ് വന്നിട്ട് എന്തെങ്കിലും വിഷൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അടിക്കുന്നതാണ് ആ കേൾക്കുന്ന ബെല്ല്. ഇത് ബറോക്ക് സ്റ്റൈലിലാണ് ഈ ചേർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. മിക്ക പഴയ ബിൽഡിങ്സും ചേർച്ചസും അല്ലാണ്ടുള്ള മോണ്യുമെൻറ്റ്സ് ഒക്കെ ഇവിടെ ഓസ്ട്രിയയിലും സ്ലൊവേനിയയിലും ഒക്കെ ബറോക്ക് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബറോക്ക് ആർക്കിടെക്ചർ അതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു ലേക്ക് ബ്ലഡ് ഓക്കെയാണ്, പക്ഷേ കുറച്ച് കൂടുതൽ കമേഴ്ഷ്യലൈസ്ഡ് ആണ്. പക്ഷേ ലേക്ക് ഇസ് സോ ബ്യൂട്ടിഫുൾ. അതിൻ്റെ അകത്തുള്ള ഒരു പള്ളിയും ഐലൻഡിലുള്ള പള്ളിയൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ കുറച്ച് എന്നാലും വലിയ തിരക്കൊന്നുമില്ല. ഇവിടെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തിരക്ക് കുറവാണ്. പക്ഷേ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ഇതേ ഒരു പള്ളി. Keep left. അങ്ങനെ നമ്മൾ ഒരു കാസിൽ കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ഈ കാസിലെ പേരാണ് ഗ്രാഡ് കാമൻ. ഇത് കാസിൽ പണ്ടത്തെ കാസിലായിരുന്നു, ഇപ്പോൾ ഓൾമോസ്റ്റ് റൂയിൻഡ് ആയിട്ടുണ്ട്. ഇത് പക്ക ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ നടുക്കാട്ടോ ഈ കാസിലിരിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് അതർ വേ അറൗണ്ട്. പണ്ട് ഇവിടെ കാസിലാണ് ഉണ്ടായിരുന്നത്, പിന്നെ ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടായത്. അപ്പോൾ ഇതിനെപ്പറ്റി വായിച്ചപ്പോൾ ഇത് 13th century ഉണ്ടായ ഒരു കാസിലാണ്, അതിൽ ഉണ്ടാക്കിയ കാസിലാണ്. ഇവിടെ റോയൽ ഫാമിലി അങ്ങോട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞൊരു 17th century ഒക്കെ ആയപ്പോഴത്തേനും അവർ വാലിയിലോട്ട് മാറി, മോർ കംഫർട്ടബിൾ ഒരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട്. അപ്പോഴത്തേനും ഈ കാസിൽ ഫുൾ ഓൾമോസ്റ്റ് റൂയിൻഡായി. പിന്നെ 18th century ഒക്കെ ആയപ്പോഴത്തേനും നാച്ചുറൽ ഡീക്കേയും പിന്നെ അല്ലാണ്ടുള്ളൊരു ഡിസ്ട്രക്ഷൻ കാരണം ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി റൂയിൻഡ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബ്രിക്സൊക്കെ ഇവിടുത്തെ ലോക്കൽസ് അവരുടെ വീടുകളൊക്കെ പണിയാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഗ്രാഡ് കാമൻ.
ഈ കാസിലിൻ്റെ തൊട്ട് താഴെയുള്ള വീട് നോക്കി എന്ത് അടുത്താന്ന് നോക്ക്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഹൗസ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു അരുവി പോകുന്നുണ്ടേ, അതിൻ്റെ വച്ചേക്കുന്നത്. ആക്ച്വലി ഇവിടെ വന്ന് ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല തണല്. കൊള്ളാലോ. രസമുണ്ടല്ലേ? ഓ നോക്കി, എന്ത് വലിയ ഗ്യാസിലായിരുന്നു, ഫുള്ള് ഇടിഞ്ഞ് പൊളിഞ്ഞങ്ങ് പോയി. വാ, ആൾക്കാർ സൈക്കിളൊക്കെ ചവിട്ടി ഇവിടെ വന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇടിഞ്ഞ് പൊളിഞ്ഞ കാസിൽ. ഹലോ കാസിൽ മുതലാളി. നോക്കിയേ, ശരിക്കും ഒരു കാട്ട് വഴി കൂടെ പോകുന്ന പോലെയില്ലേ. ഓ, അശ്വിൻ ഓടി 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 പോകുന്നുണ്ട്. വാ, ഒരു മലയുടെ ചോട്ടിലും കൂടിയല്ല, മലയിൽ. ഇവിടെ എങ്ങനെയാ ആൾക്കാർ താമസിച്ചിട്ടുണ്ടാവുക? പണ്ടെങ്ങനെയാണല്ലോ. ഒയ്യോ, മൈ ഗോഡ്, ഇത് മലയിൽ തന്നെയാണ്. സാധാരണ മലയുടെ താഴെയൊക്കെയാണ്. ഇത് സോണ്ട മല. അപ്പോൾ പണ്ട് അതവരുടെ ബെഡ്റൂം, ഇത് ആൾക്കാരെ ഗസ്റ്റിനെയൊക്കെ, ഇത് ഹാള്, ഇതിനെ കൂടെ ഓടുമായിരുന്നു. ഇതിലെ കൂടെയൊക്കെ നടക്കാൻ പേടി തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഉണ്ടല്ലോ, ഇത് കണ്ടോ, അവിടെ പോയി, ഇത് കണ്ടോ, ഇത് ഞാൻ ചവിട്ടിപ്പോ കണ്ടോ. ഉറപ്പുണ്ട്, എന്നാലും ഒരു പേടി. ഭാർഗവോ, നിന്നോട് ഇവിടെ കുമ്മായ അടിക്കാൻ പറഞ്ഞിട്ട് 4 വലി, അത്രയല്ലേ പറഞ്ഞുള്ളൂ. പോലെ വരുന്ന ഞാൻ എനിക്കൂടെ ഒറ്റയ്ക്ക് കവിയാ. നമ്മളിപ്പോൾ സ്ലോവേനിയയിലെ ആ ഒരു കാസിൽ കണ്ടിട്ട് തിരിച്ചു പോരുകയാണ്. നമുക്ക് തോന്നിയത് പ്രിറ്റി ഹൗസസ് ഉണ്ട്, ഓഫ് കോഴ്സ്. അതെ, പറഞ്ഞു തീർന്നില്ല, അതിന് മുന്നേ നല്ല ഹൗസസ് ഒക്കെ വന്നു. ഇതും ഒക്കെ നല്ല നല്ല ഹൗസസ് ഉണ്ട്. അതെ, റോഡ് കണ്ടോ, കുറച്ച് പാച്ച് വർക്ക് ഉള്ള റോഡുകളാണ് ഇവിടെ. ഇതിപ്പോ പക്ഷെ പറയാൻ പറ്റില്ല, നമ്മളിപ്പോ കുറച്ച് ഉള്ളിലോട്ടാ വന്നത്. പിന്നെ മുക്കിന് ഇത് കാണാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ കർത്താവിന്റെ കുരിശും എല്ലായിടത്തും കൂടുതലും അത് കാണുന്നുണ്ടേ. റോഡ് കണ്ടീഷൻ നമ്മൾക്ക് ഇതറിയില്ല, നമ്മൾ ഉള്ളിലോട്ട് പോകുന്നോണ്ടാണോ എന്നറിയില്ല. ഇതത്ര വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല. ഒരു റൂയിൻഡ് കാസിൽ അധികം പേര്, ഞങ്ങൾ അവിടെ ചെന്ന് പാകപ്പെടെ 2 ബൈക്കേഴ്സ് അതിലെ ബൈക്ക് ചെയ്ത് വന്നപ്പോ അവരെ കണ്ടു, അല്ലാണ്ട് വേറെ ആരും വരുന്നൊന്നും കണ്ടില്ല. ഇനി അതുകൊണ്ടാണോ, വണ്ടികളൊക്കെ പാഞ്ഞാ വരുന്നത് കേട്ടോ. ഇങ്ങനെ വളവും തിരിവുള്ള റോഡാണേ. അപ്പൊ റോഡ് ഒരു ഓക്കെ റോഡ്, അങ്ങനെ അടിപൊളി റോഡൊന്നും അല്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഓസ്ട്രിയയിൽ നിന്ന് കടന്നു വന്നപ്പോ നമുക്ക് ആ ഒരു റോഡ് കണ്ടീഷൻ അവിടെ അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. വീടുകളാണെങ്കിലും ഇങ്ങോട്ടുള്ള വീടുകൾ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ കയറി വന്ന സമയത്ത് ബോർഡറിലുള്ള വീടുകളൊന്നും അത്ര അടിപൊളിയൊന്നുമല്ല. അല്ല, നല്ല വീടുകളാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസ്ട്രിയയിൽ നിന്ന് വരുമ്പോ അവിടെ ഇങ്ങനെ മുക്കിന് എവിടെ തിരിഞ്ഞാലും ഇത്രയും ഭംഗിയുള്ള വീടുകൾ കണ്ടിട്ട് പെട്ടെന്നൊരു ഡിഫറൻസ് തോന്നും. വീടുകളൊക്കെ ചിലതൊക്കെ ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞ് അല്ലേ, ഇങ്ങനെ പെയിന്റ് ഒന്നും അടിക്കാത്ത വീടുകള്. പിന്നെ ഒരു സ്റ്റേഷൻ കണ്ടേ, അതൊക്കെ ഭയങ്കര
എല്ലായിടത്തും പണി നടക്കുക. പണി നടക്കുന്നതിന്റെ ആയിരിക്കും. സ്ലോവേനിയ മൊത്തം പണിയാൻ പോകും. ശരിയാ, നമ്മളെവിടേക്കോ കുറെ ഇതൊക്കെ കണ്ടു. പിന്നെ ഇതാ ഇത് കണ്ടോ, റോഡും ഫുള്ള് പാച്ച് വർക്ക്, വീടുകൾ മൊത്തം പൊളിഞ്ഞിരിക്കുന്നു. എനിക്കൊന്ന് കുറെയൊക്കെ ഈ വീടുകളൊക്കെ നല്ലതാ, ചില നല്ല വീടുകളുണ്ട്. പക്ഷെ ഐ തിങ്ക് മൊത്തത്തില് ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ഈ കൺട്രി തോന്നുന്നു. ലൈക്ക് കണ്ടിട്ട് ഇതുവരെ കണ്ടിട്ട് നമ്മളിപ്പോ കേറിയിട്ട് 2-2.5 മണിക്കൂറായി. ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് നമ്മുടെ അത്രയും പ്രായം പോലും ഇല്ല ഈ ഇൻഡിപെൻഡന്റ് കൺട്രിക്ക്. എപ്പോഴാന്ന് അറിയാം ഇൻഡിപെൻഡൻസ് കിട്ടിയത്? 1991 ഇവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. അപ്പോ അതെന്ന് പറഞ്ഞ വെറും 35 വർഷമായിട്ടുള്ളൂ. അപ്പൊ മേ ബി അതിന്റെയൊക്കെ ആയിരിക്കാം. പക്ഷെ അല്ലാണ്ട് ഇതിന്റെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. അത് ഓൾമോസ്റ്റ് ഓസ്ട്രിയ പോലെ തന്നെ ഇവർക്കുണ്ട് ആൽപ്സും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പൊ നമ്മൾ കയറിയിരിക്കുന്നത് ഫുൾ എനിക്കൊന്നും ഇവിടെ കൂടുതൽ മൗണ്ടൻസ് ആണ്. അത് ഓസ്ട്രേലിയ അങ്ങനെ തന്നെ, പക്ഷെ മൗണ്ടൻസ് ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ കാടുകളാണ്. ഓസ്ട്രേലിയ ഇങ്ങനത്തെ കാടുകള് നമ്മൾ അധികം ട്രാവൽ ചെയ്തില്ല. നമ്മുടെ ഈ കൂടുതൽ റോഡിലൂടെ പോകുമ്പോൾ ഇങ്ങനെ ഫുള്ള് പുൽമേട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. ഇവിടെ നോക്കുമ്പോൾ കൂടുതലും ഇപ്പൊ കയറിയപ്പോ തൊട്ട് ഇങ്ങനത്തെ ഫോറസ്റ്റുകളിൽ കൂടെയാണ്. ഇത് കോണിഫറസ് ട്രീസ് ആണല്ലോ. അപ്പൊ ഇങ്ങനത്തെ കോണിഫറസ് ട്രീസ് ഉള്ള ഫോറസ്റ്റുകളിലൂടെയാണ് നമ്മൾ ഇതുവരെ ഇപ്പൊ ട്രാവൽ ചെയ്തിരിക്കുന്നത്. സ്ലൊവേനിയൻ ആൽപ്സ്. നമ്മളിപ്പോൾ ഓൺ ദ വേ ജസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ വേണ്ടി വന്നതാണ്, കഴിക്കാനായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സാധനം മേടിക്കാൻ വേണ്ടി വന്നത്. ഇവിടെ ആൽഡി, അതിൻ്റെ പേര് ഹോഫർ എന്നാണ്. അപ്പോൾ നമുക്കത് കയറി നോക്കാം. വാ. നമ്മൾ ഇന്ന് നിൽക്കാൻ പോകുന്ന അക്കോമഡേഷൻ കുറച്ച് ഉള്ളിലാണ്, ഒരു വലിയൊരു മലയുടെ മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിന്നർ അവിടെ കിട്ടുമെന്ന് സംശയം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് റോളും യോഗട്ടും കുറച്ച് ഡ്രിങ്കൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പണി കിട്ടി. കുറച്ച് നേരമായിട്ട് നമ്മൾ ലേക്ക് ബ്ലഡിൽ പോയില്ലേ, ലേക്ക് ബ്ലഡിൽ പോയി വണ്ടി കയറി കുറച്ച് കഴിഞ്ഞ് ലേക്ക് ബ്ലഡിൽ പോയി നമ്മൾ നടക്കുമ്പോൾ തന്നെ എൻ്റെ മൂക്കൊലിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല, അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നിന്നു. പിന്നെ അതിന് ഇപ്പം പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നോക്കുമ്പോൾ കണ്ണിക്കൂടെ ഈ കണ്ണ് മാത്രം കേട്ടോ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. എന്തോ അലർജിയാന്ന് തോന്നുന്നു. ഇപ്പം ഞാനിപ്പോൾ വായിച്ചപ്പോൾ ലേക്ക് ബ്ലഡിൽ ഒത്തിരി ട്രീസും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും പോളൻ അലർജി ആയിരിക്കും. കുറേ ഗ്രാസ് പോളൻ ഉണ്ട് അവിടെ, അല്ലാണ്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഇതുണ്ടെന്ന്. ഫ്ലവേഴ്സിൻ്റെ ഇവിടെ ചുറ്റുമുണ്ട്, എല്ലായിടത്തും ഫ്ലവേഴ്സ് തന്നെയാണ്. പക്ഷെ എന്താ അറിയില്ല, മറ്റേ ലേക്ക് ബ്ലഡിൽ പോയപ്പോൾ തൊട്ടാണ് ഭയങ്കരമായിട്ട് തുടങ്ങിയത്. ഭയങ്കരമായിട്ട് അതിന് മുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ എന്തോ ഉണ്ട് അവിടെ. നിൽക്കുമായിരിക്കും. എനിക്ക് മുഖം കഴുകണം, മുഖം ഒന്ന് കഴുകി ഒക്കെ ശരിയായാലേ ചിലപ്പോൾ നിൽക്കുമായിരിക്കും. ഈ കണ്ണിന് പ്രശ്നമില്ല, ഈ കണ്ണിന് മാത്രമേ പ്രശ്നമുള്ളൂ. അലർജിയൊക്കെ അങ്ങനെ നിൽക്കുന്നു. പിന്നെ കണ്ടല്ലോ അശ്വൻ, ഞാൻ ആൽഡി കയറിയപ്പോൾ ഞാനത് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ പറയാം. അപ്പൊ ആൽഡി കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും സ്ലൊവേനിയൻ സാധനങ്ങൾ പാക്ഡ് ആയിട്ടുള്ള ഫുഡോ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് മേടിച്ചോണ്ട് പോകാമല്ലോ. എന്നിട്ട് ഞാൻ ഒരു പെണ്ണിൻ്റെ അടുത്ത് ചോദിച്ചു, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് ചോദിച്ചപ്പോൾ യെസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ആദ്യം പുള്ളിക്കാരി പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായേ ഇല്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഓസ്ട്രേലിയക്ക് പോകുമ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലും പാക്ഡ് ആയിട്ട് സേവറിയോ സ്വീറ്റോ സ്ലൊവേനിയൻ സാധനം എന്തെങ്കിലും ഉണ്ടോ സജസ്റ്റ് ചെയ്യാൻ എനിക്ക് ഇവിടുന്ന് മേടിക്കാമെന്ന്. അപ്പോൾ പുള്ളിക്കാരി അപ്പോൾ ആദ്യം ഇച്ചിരി കൺഫ്യൂസ് ചെയ്യും, കാരണം പുള്ളിക്കാരുടെ ഇംഗ്ലീഷ് അത്ര പോരാ, പക്ഷേ കുറച്ചൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അത്യാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു കുറച്ച് നേരം ജീവിച്ചിട്ട് പറഞ്ഞു ഒരു കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ഇരിക്കും. അപ്പോൾ ഹസ്ബൻഡ് വന്നു. അപ്പോൾ പുള്ളിക്കാരനും ഇങ്ങനെ പറയാം, സ്ലൊവേനിയൻ സാധനം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങളിവിടെ 4 വർഷമായി താമസിക്കുന്നത്, ഞങ്ങള് ബോസ്നിയെന്ന് വന്നവരാണ്, അപ്പൊ ഞങ്ങൾക്കും അറിയില്ല സ്ലൊവേനിയയുടെ സാധനങ്ങൾ എന്താ. അപ്പൊ ഞാൻ ChatGPT എടുത്ത് ചോദിച്ചപ്പോൾ എന്തോ ഒരു സാധനം ഒരു സ്പ്രെഡ് ഉണ്ട്, അതെനിക്ക് ഇതിനകത്ത് ആൽഡിയിൽ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ അവർ ഭയങ്കര കൺഫ്യൂസ് ആയി നിൽക്കുന്നു. പിന്നെ അത് ഞാൻ ചോദിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് നേരം നടന്നിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ പോയി, കാരണം ഇവരുടെ പിന്നെ ചോദിച്ചിട്ട് വേറെ അടുത്ത് ചോദിക്കണ്ടല്ലോ. അപ്പൊ ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് വേറെ ലേഡി ചോദിച്ചു, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി യെസ് ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഒരുവിധം അപ്പൊ ഞാൻ ഓക്കെ ഡു യു അണ്ടർസ്റ്റാൻഡ് എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരിക്ക് മനസ്സിലായി. പുള്ളിക്കാരി ഐ അണ്ടർസ്റ്റാൻഡ് ബട്ട്
നോ സ്പീക്കിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ താങ്ക് യു ഫോർ യുവർ ടൈം എന്ന് പറഞ്ഞു. അയ്യോ ഇനിയിപ്പോ വേറെ അടുത്തേക്കും ചോദിക്കണം. ഇവിടെ ഉള്ളവരടുത്ത് സ്ലൊവേനിയൻസിന്റെ അടുത്ത് തന്നെ ചോദിക്കണം. പക്ഷെ സ്ലൊവേനിയൻസിന്റെ ചോദിക്കണമെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ഇംഗ്ലീഷ് മനസ്സിലായാൽ അവർക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഇപ്പൊ ഞാൻ ഫസ്റ്റ് ചോദിച്ച പോലെ വേറെ കൺട്രിയിൽ നിന്നുള്ളവർ, അവർക്ക് ഇവിടുത്തെ സാധനം എന്താണെന്ന് അറിയത്തില്ല. ഇതിപ്പോൾ ഒരു ട്രാപ്പ് സിറ്റുവേഷനാണ്. ChatGPT തന്നെ ശരണം. ഈ സാധനമാണ് സ്ലൊവേനിയയിൽ നമ്മൾ മിക്ക ഫാംസിനും കൂടുതലായിട്ട് കാണുന്നത്. ഫാംസിൽ ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് സിംഗിൾ ആയിട്ടും ഡബിളായിട്ടും അല്ലെങ്കിൽ കുറേ ആയിട്ടൊക്കെ നിൽക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു ബിൽഡിങ്ങിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇത് എന്തിനാ ഇവർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഹേ ഉണ്ടല്ലോ, ഹേ സ്റ്റാക്ക്, അത് ഉണക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സ്ലൊവേനിയയുടെ ആൽപ്സിന്റെ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെറ്റാണ്, കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ അവരുടെ ഹേ ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഹേ വെച്ചിട്ടാണ് ഇവർ ഉണക്കുന്നത്. ഇതിന് മുകളിൽ ഒരു റൂഫും ഉണ്ടാവും. അപ്പോൾ ആ റൂഫ് വെച്ചിട്ട് ഇവർ മഴയിൽ നിന്ന് ഇത് രക്ഷിക്കും. ഇത് യൂഷ്വലി സ്ലൊവേനിയയുടെ ഒരു ഹെറിറ്റേജിന്റെ സിമ്പിളായിട്ടൊക്കെ ഇവർ കാണിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ അക്കോമഡേഷൻ എത്തിയിട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ ലൂച്ചെ എന്ന് പറഞ്ഞൊരു മൗണ്ടൻ്റെ മുകളിലുള്ള ഒരു Airbnb ആണ് ഇത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് കാം ആയിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു. വണ്ടി നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്തു. ഇതാണ് അതിൻ്റെ പരിസരത്തുള്ള സ്ഥലം കേട്ടോ. ഈ പുറയിൽ കേൾക്കുന്ന ഒച്ച ഉണ്ടല്ലോ, അവിടുത്തെ റിയൽ ആയിട്ടുള്ള ഒച്ച കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു, പീസ്ഫുള്ളും. വീട്ടിൽ കയറാനുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഓണർ നേരത്തെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലോട്ട് കയറുമ്പോൾ ഉള്ളൊരു എൻട്രൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു കോമൺ ഏരിയയാണ്, കിച്ചണും ഡൈനിങ്ങും പിന്നെ കുറച്ച് ലിവിങ്ങും ഒക്കെ ആയിട്ട് ഇതാണ് കോമൺ ഏരിയ. അപ്പോൾ ഈ വീട്ടിലൊരു 5-6 റൂമുണ്ട്. അപ്പോൾ ഇതിൽ ഒരു റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്, ഒരു ബെഡ്റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നോക്കി ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കി. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളൊരു ഷോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ 5-6 റൂമിൽ ഒരു റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഭാഗ്യവശാൽ വേറെ റൂംസിലൊന്നും വേറെ ബുക്കിംഗ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഈ വീട് ഫുള്ള് നമുക്കായിട്ടുള്ള പോലെയായിരുന്നു നമുക്ക് അന്നത്തെ ഒരു എക്സ്പീരിയൻസ്. ഇതിൻ്റെ ഓണർ ഇവിടെയുണ്ട്. ഈ വീടിൻ്റെ തന്നെ വേറൊരു സെക്ഷനിലായിട്ടാണ് ഓണർ. പക്ഷേ പുള്ളിക്കാരി രാത്രി എപ്പോഴോ ഒത്തിരി രാത്രി കഴിഞ്ഞിട്ടാണ് വന്ന് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു ഡിസ്റ്റർബൻസും ഒന്നും ഇല്ലായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ക്യൂറേറ്റ് ചെയ്തൊരു വീടായിരുന്നു ഇത്. നിങ്ങൾ തന്നെ ബാക്കി കണ്ടു നോക്ക്. ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇതാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റേ. ഇന്ന് നമ്മൾ നിൽക്കാൻ പോകുന്ന ഒരു മലയുടെ മുകളിലാട്ടോ. നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ വൈൻഡിങ് റോഡ്സ് ആയിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സെറ്റിൽമെൻറ്റ്സ് ആണ്. പിന്നെ മുകളിലോട്ട് കയറി ഇത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ടോപ്പിലാണ്. മുകളിൽ 1-2 വീടുകളുണ്ടെങ്കിലായി. ഇതിൻ്റെ താഴോട്ട് ഒത്തിരി വീടുകളുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ വീട്. അതിനകത്തൊരു മുറിയാണ് നമുക്ക്. ഇവിടെ എനിക്കൊന്നും ഈ മുകളിലത്തെ ഫ്ലോറിൽ തന്നെ വീഡിയോയിൽ കണ്ട പോലെ ഒരു 4-5 മുറികളുണ്ടെന്ന് തോന്നുന്നു. അവിടെയൊന്നും ആളില്ല. താഴെ ഒരു വണ്ടി കിടപ്പുണ്ട്. അതിനകത്തെ ആൾക്കാർ ഇനി എനിക്കൊന്ന് മേ ബി പുറത്ത് പോയതായിരിക്കാം, എങ്ങനെയാണെന്നറിയത്തില്ല. അതിനി ആ വണ്ടി അവിടെ ഇങ്ങനെ കിടക്കുന്നതാണോ എന്നറിയത്തില്ല. എനിവേ നമ്മുടെ മുറി ഓപ്പണാണ്. താഴത്തെ ആ കോമൺ ഏരിയ, ആ കിച്ചൺ ഉണ്ടല്ലോ, ആ കിച്ചണും
കിച്ചണും ഹാളും അതൊക്കെ കോമൺ ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതാണ് സ്റ്റേ. അപ്പോൾ അടിപൊളി സ്റ്റേ. സമയം ഇപ്പോൾ 8 മണി, 8 മണിയില്ല 7:45 ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ലൈറ്റിങ്. നമ്മുടെ സ്റ്റേയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, അത് ഈ വീടിൻ്റെ ബാക്ക് വശത്തൂടെയാണ് നമ്മുടെ സ്റ്റേയുടെ അകത്തോട്ട് കയറാനുള്ള നമുക്കുള്ള ആക്സസ് കേട്ടോ. പക്ഷേ ഇത് ബാക്ക് വശമൊന്നുമല്ല, കണ്ടാൽ തന്നെ ഉണ്ട് നല്ല ഫ്രണ്ട് പോലെയാണേ. എന്നിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആണേ. ഇതിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ 4 പാടും ഭംഗിയാണ്. എന്തൊരു ഭംഗിയാണ് നോക്ക്, കണ്ടോ? അപ്പം നമ്മളിതാ ഇതിലെയാണ് കയറിയത്. പിന്നെ ഉള്ളത് ഫ്രണ്ടിലോട്ട് പോകാനുള്ള വഴി ഇങ്ങനെയാണേ. എന്ത് പ്രോപ്പർട്ടിയാണ് നോക്ക്. അവിടെ കുറച്ച് ഷെഡുണ്ട്. പിന്നെ ദാ അവിടെ കണ്ടോ, ദൂരെ കാണുന്നുണ്ടോ? അവിടെയും എന്തോ ഒരു വീടാണോ, വീടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ കാണാം, പക്ഷെ അത് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇതാണ് സമയം 8 മണിയാണേ. ഈ ഒരു ഇത് കണ്ടോ, വെളിച്ചം കണ്ടോ? വലിയ തണുപ്പൊന്നുമില്ല, തണുപ്പുണ്ട് പക്ഷെ അങ്ങനെ ജാക്കറ്റ് ഇടാൻ മാത്രമുള്ള തണുപ്പൊന്നുമില്ല. ഈ ഭാഗമാണ്, ഇതിലെയാണ് നമ്മൾ വന്നതേ. എൻ്റെ പൊന്നേ, എനിക്കൊന്നും പറയാനില്ല. നോക്കി, ഇതാണ് ഹെയർ സ്റ്റാക്ക്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ ഹെയർ സ്റ്റാക്ക്, ഇങ്ങനെയാണ് ഹെയർ സ്റ്റാക്ക്. എൻ്റെ അത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർ കവർ ചെയ്ത് വെക്കുന്നത്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഈ കാറാണ് മേ ബി വേറെ ഗസ്റ്റിൻ്റെ ആയിരിക്കും. നമ്മുടെ മുറി ആ മുകളിലെ ആ വുഡൻ പാനലുകളിലാണ് നമ്മുടെ മുറി. ഫുള്ള് അത് മൊത്തം ഒരു മുറിയാണ്. കണ്ടോ ഇവിടുത്തെ പൂക്കൾ തന്നെ നോക്ക്, എന്തൊരു ഭംഗിയാന്ന് നോക്കി. ചുമ്മാ ഉണ്ടാക്കിയിരിക്കുന്ന, അല്ലാണ്ട് നട്ടമാന്നിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാട് പോലെ ഇതുണ്ടോ? നോക്ക്, അവിടെ കണ്ടോ ആ ദൂരെ, അത് തന്നെ. അവിടെ ഈശോയും ഔസേപ്പിതാവും കൂടെയുള്ള 2 രൂപം വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഒരു പ്രയർ സ്ഥലമാണോ അതോ ചുമ്മാ ഒരു ഗ്രോട്ടോ പോലെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നോക്കി, ചുമ്മാ കാട് പോലെ അങ്ങ് വളർന്നിരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വീടിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ വീടിൻ്റെ ആ ഡൈനിങ് റൂമാണ് ആ ലെഫ്റ്റിൽ കാണുന്ന ഗ്ലാസ്. എന്നിട്ട് അവിടുന്ന് അടുത്ത ബഞ്ച് ഓഫ് പൂക്കൾ ചുമ്മാ വളർന്നേക്കുക. നോക്കി, എന്തൊരു ഭംഗിയാണ് നോക്ക്. എന്നിട്ടിങ്ങനെ ആ മൗണ്ടനോട്ട് വ്യൂ. ഇത് ബാബിക്യൂനുള്ള സ്ഥലം. എന്തൊരു സ്ഥലമല്ലേ. ഇപ്പോൾ ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വന്നു വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേ ഇന്നത്തെ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളെ. ഇന്ന് എനിക്ക് ഇനി ഒന്നും സംസാരിക്കാൻ വയ്യ.